ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബു സിയാം സബഖ് 37. വഹിയ ആ കഫാറത്താകുന്നത് ജിമാഇൻ്റെ കഫാറത്ത്, നോമ്പ് വസാദാക്കിയാൽ, ജിമാ കൊണ്ട് നോമ്പ് വസാദാക്കിയാലുള്ള കഫാറത്ത്, അത് ഇത്തുഖു റഖബത്തിൻ, ഒരു അടിമയെ മോചിപ്പിക്കലാണ്. ഫഇല്ലം യജിദ്, അപ്പോൾ ആ അടിമയെ മോചിപ്പിക്കാൻ അടിമയെ എത്തിച്ചിട്ടില്ല, ഒന്നെങ്കിൽ അടിമയില്ല, അല്ലെങ്കിൽ അവന് അതിനുള്ള സാമ്പത്തികം ഇല്ല. അങ്ങനെ ആയാൽ ഫസിയാമു ഷഹറൈനി, അപ്പോൾ പിന്നെ 2 മാസം നോമ്പ് നോക്കുക. മുത്തതാബിഈനി, ആ 2 മാസം തന്നെ തുടരെ നോക്കണം, അതിനിടയ്ക്ക് മുറിയാൻ പാടില്ല. തുടരെ 2 മാസം നോമ്പ് അനുഷ്ഠിക്കുക. ഫഇല്ലം യസ്തതി, അപ്പോൾ അതിനവന് കഴിയുന്നില്ല എങ്കിൽ, അങ്ങനെ തുടരെ 2 മാസം നോമ്പെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഫഇത്ആമു 60 മിസ്കീനൻ, അപ്പോൾ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം ഭക്ഷിപ്പിക്കലാണ്. ഇങ്ങനെയാണ്, ഈ തർത്തീബിലാണ് എൻ്റെ കഫാറത്തുള്ളത്. ഒന്നിന് കഴിയാതാകുമ്പോഴേ മറ്റേതിലേക്ക് നീങ്ങാൻ പറ്റുള്ളൂ. റവ ഷെയ്ഖാനി റിപ്പോർട്ട് ചെയ്തു, അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഖാൽ ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ പേര് സലമത്ത് ബിൻ സഖ്റുൽ ബയാദി ആണ് എന്ന് പർസ എഴുതിയിട്ടുണ്ട്. അത് ഹരീഷ് ഇബ്രാഹിം ലസിയുടെ ഇബാറത്താണ്. പിന്നെ ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഹലക്തു, ഞാൻ ഹലാക്കിൽ സംഭവിച്ചു. നാശത്തിൻ്റെ ഹലാക്കിൻ്റെ സബബിൽ വാക്കിയായി ഞാൻ, ഐ വഖഅതു ഫി സബബി ഹലാക്കിൻ എന്ന്. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, വമാ അഹ്ലകക്, എന്താ നിന്നെ നശിപ്പിച്ചത്, നിന്നെ ഹലാക്കിലാക്കാനുള്ള കാരണം എന്താ? ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വഖഅതു അല ഇംറഅതി ഫി റമളാന, റമളാനിൽ ഞാൻ എൻ്റെ ഭാര്യയുമായി സംഗമിച്ചു, ഭാര്യയുടെ മേൽ ഞാൻ വാക്കിയായി എന്ന് പറഞ്ഞാൽ ജിമാ ചെയ്തു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഹൽ തജിദു മാ തഅ്തിഖു റഖബതൻ, തുഅ്തിഖു റഖബതൻ, ഒരു അടിമയെ മോചിപ്പിക്കാനുള്ളത് വല്ലതും നിൻ്റെ കയ്യിലുണ്ടോ, നിനക്ക് കഴിയുമോ എന്ന്. മാ മൗസൂലയാണ്, തജിദു എന്നുള്ളതിന് തസ്തതിഉവിൻ്റെ മാനക്ക്, അൽ തസ്തതിഉ ഇഅ്താഖ റഖബത്തിന് എന്ന അർത്ഥം. ഒരു അടിമയെ മോചിപ്പിക്കാൻ നിനക്ക് കഴിയുമോ. പിന്നെ ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹൽ തസ്തതിഉ അൻ തസൂമ ഷഹറൈനി മുതതാബിഈനി, തുടരെ 2 മാസം നോമ്പ് അനുഷ്ഠിക്കാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, അതിനും കഴിയില്ല. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഫഹൽ തജിദു മാ തുതിഉമു 60 മിസ്കീനൻ, 60 മിസ്കീന്മാർക്ക് ഭക്ഷണം ഭക്ഷിപ്പിക്കാനുള്ളത് നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, അതിനും കഴിയില്ല. സുമ്മ ജലസ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഇരുന്നു. അപ്പോൾ നബി തങ്ങൾ എന്ത് ചെയ്തു, നിന്നുകൊണ്ടാണ് അവിടെ
അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നത് എന്ന് മനസ്സിലാകുന്നു. യുഫ്ഹമു മിൻഹു അന്നഹു സഅല വഹുവ വാഖിഫുൻ. ഫഉതിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബി അറഖിൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു ഈത്തപ്പനയുടെ ഓല കൊണ്ടുള്ള ഒരു പാത്രം, ആ പാത്രം കൊണ്ടുവരപ്പെട്ടു. ഫീഹി, അതിലുണ്ട് തമ്രുള്ളതായ ഒരു പാത്രം. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തസദ്ദഖ് ബിഹാദ, ഇതുകൊണ്ട് നീ എന്ത് ചെയ്യുക, കഫാറത്ത് വീട്ടുക, കഫിർ ബിഹി. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല അഫ്ഖറ മിന്ന, ഞങ്ങളെക്കാളും ഏറ്റവും ഫക്കീറായവരുടെ മേലെ ആണോ കൊടുക്കേണ്ടത്? വല്ലാഹി, അള്ളാഹിനെ തന്നെയാണ് സത്യം, മാബൈന ലാബത്തൈഹ, ആ മദീനയുടെ രണ്ട് പർവ്വതങ്ങളുടെ ഇടയിൽ ഇല്ല അഹ്ലു ബൈത്തിൻ, ഒരു അഹ്ലു ബൈത്താകുന്നത്, അഹ്വജു ഇലൈഹി, ആ സാധനത്തിലേക്ക് ഏറ്റവും ആവശ്യമായവരാകുന്നു, മിന്ന, ഞങ്ങളെക്കാൾ. അപ്പോൾ ഞങ്ങളെക്കാൾ ഏറ്റവും ആവശ്യമായ ഒരു അഹ്ലു ബൈത്ത് ആ രണ്ട് ലാബത്തയുടെ മദീനയുടെ ആ രണ്ട് പർവ്വതത്തിൻ്റെ ഇടയിൽ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഫളഹിക്കൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു. ഹത്താ ബദത്ത് അൻയാബുഹു, നബി തങ്ങളുടെ തേറ്റപ്പല്ലുകൾ വെളിവാകുന്നത് വരെ റസൂലുള്ളാഹി വരുവാകോളം ചിരിച്ചു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഖാല ഇദ്ഹബ്, നീ പോവുക, ഫാത്തിംഹു അഹ്ലക, എന്നിട്ട് അതിന് നിൻ്റെ അഹ്ലുകാർക്ക് നീ ഭക്ഷിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വഫീ റിവായത്തിൽ ബുഖാരി, ബുഖാരി ഇമാമിൻ്റെ റിവായത്തിലുണ്ട്, ഫഅതിഖ് റഖബതൻ ഫസും ഷഹറൈനി ഫഅതിം സിത്തീന എന്ന്, നീ ഒരടിമയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 2 മാസം നോമ്പനുഷ്ഠിക്കുക, അല്ലെങ്കിൽ നീ 60 മിസ്കിന്മാർക്ക് ഭക്ഷിപ്പിക്കുക. ബി ലഫ്ളിൽ അംരി, ആ ബുഖാരി ഇമാമിൻ്റെ ആ റിവായത്തിലുള്ളത് അമ്രിൻ്റെ ലഫ്ള് കൊണ്ടാണ് ഉള്ളത്. ഓഫി റിവായത്തിൻ അബീ ദാവൂദ, അബീ ദാവൂദ് റളിയല്ലാഹു അൻഹുള്ള റിവായത്തിലുണ്ട്, ഫൗതിയ ബി അറഖിൻ ഫീഹി തമ്രുൻ ഖദറ 15 സാഅൻ, 15 സാഇൻ്റെ ഖദറുള്ള തമ്ർ. അപ്പോൾ അങ്ങനത്തെ പാത്രമാണ് കൊണ്ടുവന്നത്. അതിൽ 15 സാഇൻ്റെ ഖദർ ഈത്തപ്പഴം ഉള്ളതായ ഒരു പാത്രം കൊണ്ടുവന്നു എന്ന്. അവിടെ ഹദീസിൽ മബൈന ലാബത്തൈഹ അഹ്ലു ബൈത്തിൻ അഹ്വജു ഇലൈഹി മിന്ന എന്ന് പറഞ്ഞെടുത്ത് അതിൻ്റെ തർക്കീബ് ബുജൈരിമിയുടെ ഇബാറത്ത് മേളിൽ പെരുങ്കപ്പാറ ഉസ്താദ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഖൗലുഹു അഹ്ലു മുബ്തദഉൻ ഖബറുഹു അഹ്വജു വബൈന ലാബത്തൈഹ ഹാലുൻ. വയജൂസ് ഖൗനു മാ ഹിജാസിയത്തൻ ഔ തമീമിയത്തൻ, ഹിജാസിയക്കാരുടെമായാക്കാം അല്ലെങ്കിൽ തമീമിയക്കാരുടെമായാക്കാം. അപ്പോൾ ഹിജാസിക്കാരുടെ എടുക്കുമ്പോൾ ഖാലൽ അവ്വലി അഹ്വജ് മൻസൂബൻ, അപ്പോൾ അഹ്വജ എന്ന് വായിക്കണം. ഖാല താനി തമീമിയക്കാരുടെ ആയാക്കാണെങ്കിൽ അപ്പോൾ അഹ്വജു എന്ന് മർഫൂആക്കിയിട്ട്. ഇനി യജൂസ് അൻ യകൂന ബൈന ലാബത്തൈഹ എന്നുള്ളത് ഖബർ മുഖദ്ദമാക്കാം, അഹ്ലു എന്നുള്ളത് മുബ്തദ മുഅഖറും ആക്കാം, അഹ്വജു എന്നുള്ളത് ഈ അഹ്ലിനെ സിഫത്തും ആക്കിയിട്ടും അങ്ങനെയും ആക്കാം. പിന്നെ ഈ വയജൂസു അന്നഹു അല അന്നഹു ഹാലുൻ ആണെങ്കിൽ അഹ്വജു എന്നുള്ളത് ഹാലാക്കിയും വെക്കാം. അങ്ങനെയൊക്കെയുള്ള തർക്കീബ് അവിടെ പറയുന്നുണ്ട്. ഇനി വഖ്തസറു ഫി സിഫത്തിൽ കഫാറത്തി, കഫാറത്തിൻ്റെ സിഫത്തിൽ കഫാറത്ത് കൊടുക്കേണ്ടുന്ന രൂപം, ആ രൂപത്തിൽ ഫുഖഹാ ചുരുക്കി അലാമാ ഫിൽ ഹദീസിൽ വന്നതിൻ്റെ മേൽ ചുരുക്കി. കമാലുഹ, ഈ കഫാറത്തിൻ്റെ സിഫാത്തിൽ പൂർണ്ണ രൂപം മുസ്തഖ്സൻ
ഫി കിതാബിൽ കഫാറത്തിൽ ആത്തി അഖിബ കിതാബി ലിഹാരി ലിഹാറിൻ്റെ കിതാബുൽ ലിഹാറിൻ്റെ ഉടനെ വരുന്ന കഫാറത്തിൻ്റെ ബാബിൽ അതാ കിതാബ് കഫാറത്തിൽ അവിടെ വിശാലമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ പൂർണ്ണ രൂപം കഫാറത്ത് കൊടുക്കേണ്ടതിൻ്റെ രൂപം അവിടെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. മുസ്തഖ്സൻ ഐ മുന്തഹൻ, പിന്നെ അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നെ പൂർണ്ണരൂപം. പിന്നെ മിൻഹു ആ പൂർണ്ണരൂപത്തിൽ പെട്ടതാണ് കൗനുർ റഖബത്തി, ഈ അടിമസ്ത്രീ ആകണം, എന്താകണം, മുഅ്മിനത്താകണം. വന്നൽ ഫഖീർ കൽ മിസ്കീനി, മിസ്കീനെ പോലെ, ഫക്കീറും മിസ്കീനെ പോലെയാണ്. അപ്പോൾ മിസ്കീന്മാരെ ഭക്ഷിപ്പിക്കുക എന്ന് പറഞ്ഞത് അവിടെ ഫക്കീറന്മാരെ ഭക്ഷിപ്പിച്ചാലും മതി. പിന്നെ അടിമ എന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, അടിമ സ്ത്രീയെയാണ് കേട്ടോ. കൗനു റഖബത്തി മുഅ്മിനത്തൻ. അപ്പോൾ ഇത്തുഖ് റഖബത്തിൻ എന്ന് പറഞ്ഞത് സ്ത്രീയായ അടിമാനായിക്കണമെന്നില്ല. റഖബത്ത് എന്ന് പറഞ്ഞാൽ ഇത്തുഖ് റഖബത്തിൻ്റെ മാന എന്താണ്, പിന്നെ ഒരു മംലൂക്കിനെ മോചിപ്പിക്കുക എന്ന് തന്നെയാണ്. ആ മംലൂക്ക് സക്രാകട്ടെ ഉൻസയാകട്ടെ, ആണായാലും പെണ്ണായാലും. അപ്പോൾ റഖബത്ത് എന്നുള്ള ലഫ്ദ് മുഅന്നസ് ആയതുകൊണ്ട് മുഅ്മിനത്തൻ എന്ന് പറഞ്ഞു. മിൻഹു കൗനുർ റഖബത്തി മുഅ്മിനത്തൻ. അപ്പോൾ അതിൻ്റെ കമാലുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് റഖബത്ത് എന്താകണം, മുഅ്മിനത്താകണം. അന്നൽ ഫക്കീറും കൽ മിസ്കീനി, മിസ്കീനെ പോലെയാണ്. അപ്പോൾ സിത്തീന മിസ്കീൻ എന്ന് പറഞ്ഞെടുത്ത് സിത്തീന ഫക്കീറായാലും മതി. അന്ന കുല്ല മിൻഹും, അതുപോലെ തന്നെ അവരിൽ നിന്ന് ഓരോരുത്തരും യുത്അമു, ആ മിസ്കീന്മാരിൽ നിന്ന് ഓരോരുത്തരെയും യുത്അമു, അവർക്ക് ഭക്ഷിപ്പിക്കപ്പെടണം, മുദ്ദൻ, ഓരോ മുദ്ദിനെ കൊടുക്കണം, ഓരോരുത്തർക്കും ഓരോ മുദ്ദ്. ആ എന്തിൽ നിന്ന്, മിമ്മാ യക്കൂന് ഫിത്രത്തൻ, ഫിത്ര സക്കാത്തിന് പറ്റുന്നതായ ഒന്നിൽ നിന്ന്. ആ മുദ്ദെന്തിനാൽ, മിമ്മാ ഒന്നിനാൽ, യക്കൂന് ആ ഒന്നാകും, ഫിത്രത്തൻ ഫിത്ര സക്കാത്താകും, അങ്ങനത്തെ ഒന്നിനാൽ. അപ്പോൾ ഫിത്ര സക്കാത്തിന് പറ്റുന്നതായ ധാന്യത്തിൽ നിന്ന്, ഭക്ഷണത്തിൽ നിന്ന് ഭക്ഷിപ്പിക്കണം എന്നായി. ഇനി ഫലവും അജസാനിൽ ജമീഇ, ഈ പറഞ്ഞ ഈ കഫാറത്തിൻ്റെ തർത്തീബ് പറഞ്ഞല്ലോ, ആ പറഞ്ഞ അവകളിൽ നിന്ന് എല്ലാത്തിനെയും തൊട്ടും അവൻ അശക്തനായാൽ പിന്നെന്താ ചെയ്യുക, ഇസ്തഖറത്ത് ഫി ദിമ്മത്തിഹി, അപ്പോൾ ആ കഫാറത്തിൻ്റെ ബാധ്യത അവൻ്റെ ഉത്തരവാദിത്വത്തിൽ സ്ഥിരമായി നിൽക്കുന്നതാണ്. അദ്ഹറായ അഭിപ്രായം അനുസരിച്ച് അവൻ്റെ ദിമ്മത്തിൽ നിൽക്കും. ഇതാ ഖദുറ അല ഹസുലത്തി മിൻഹ, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ മേൽ അവൻ കഴിവായാൽ ഫഅലഹ, അതിനെ അവൻ പ്രവർത്തിക്കണം. വസ്താനി, അദ്ഹറിൻ്റെ മുഖാബല പറയുന്നത് ലാ തസ്തഖിറു, അതെന്താവില്ല, സ്ഥിരമായി നിൽക്കില്ല അവൻ്റെ ദിമ്മത്തിൽ. ബൽ തസ്ഖുത്തു, അത് ഒഴിവായി പോകും. സക്കാത്തുൽ ഫിത്രി, ഫിത്ർ സക്കാത്ത് പോലെ അവൻ പിന്നെ അതെന്താവും, ഒഴിവായി പോകുന്നതാണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ അവന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവൻ്റെ ദിമ്മത്തിൽ ബാക്കിയാകില്ല, അത് സാഖിത്തായി പോകുന്നത് പോലെ ഇവിടെ എന്താകും, സാഖിത്തായി പോകും എന്നാണ് സാനിക്കാർ പറയുന്നത്. വല്ല അസഹു, അസഹായ അഭിപ്രായം അനുസരിച്ച് അന്നലഹു, അവന് ജായിസാണ് അൽ ഉദൂല അനി സൗമി, സൗമിനെ തൊട്ട് തെറ്റാം, ഇലൽ ഇത്ആമി, ഭക്ഷണം കൊടുക്കുന്നതിലേക്ക് തെറ്റൽ ജായിസാണ്, അനുവദനീയമാണ്. എന്തിനു വേണ്ടി, ദി ഷിദ്ദത്തിൽ ഉൽമത്തി, ആ ഭക്ഷണത്തിലേക്കുള്ള ആവശ്യം അത് ശക്തമായതിനു വേണ്ടിയിട്ട്. ബി ലമ്മിൽ മുഅ്ജമത്തി ഉൽമത്ത് വസുക്കൂനിൽ ലാമി, ലാമിന് സുക്കൂന്, ഉൽമത്ത് എന്ന് വായിക്കണം. ഒയിന് കൊണ്ട് മുഅ്ജമത്തി, പുള്ളിയുള്ള ഒയിന്, അയിനല്ല എന്നർത്ഥം. ഉൽമത്ത് എന്ന് പറഞ്ഞാൽ അതിലെ ഹാജത്ത്. അപ്പോൾ ഷിദ്ദത്തിൽ ഉൽമത്തി അതിലെ ഹാജത്തി ഇല നിക്കാഹി, ഭക്ഷണത്തിലേക്കുള്ള ആവശ്യമല്ല. ഈ ഷിദ്ദത്തിൽ ഉൽമത്തി എന്ന് പറഞ്ഞാൽ
നിക്കാഹിലേക്കുള്ള ആവശ്യം. നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉദ്ദേശം വത്ത് ആണ്. അപ്പോൾ വത്തിയിലേക്ക് ഉള്ള ആവശ്യം ശക്തമായതിനു വേണ്ടി. അപ്പോൾ ഇവനിവിടെ നോമ്പൊക്കെ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവന് വത്ത് കയ്യിൽ നടക്കില്ലല്ലോ. 60 ദിവസം കണ്ടിന്യൂ ആയിട്ട് നോമ്പെടുക്കുമ്പോൾ വത്തുവിന് പ്രയാസമാവും. അപ്പോൾ അതുകൊണ്ട് ആ വത്തുവിലേക്കുള്ള ആവശ്യം സിദ്ധത്തായതിനു വേണ്ടി അതിൽ നിന്ന് എന്ത് ചെയ്യുക, നോമ്പിൽ നിന്ന് ഇത്ആമിലേക്ക് തെറ്റാം. കാരണം അന്നഹു ആ സായിമു ലാ യഅ്മനു, അവൻ നിർഭയനാകൂല, ലാ യഅ്മനു വുഖൂഅഹു, ആ വത്ത് സംഭവിക്കലിനെ അവൻ നിർഭയമാകൂല, ഫിസോമി നോമ്പിൽ, ലാ യഅ്മനു വുഖൂഅഹു ഫിസോമി, നോമ്പിൽ ആ വത്ത് സംഭവിച്ചു പോകലിനെ അവൻ നിർഭയനാകൂല. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ സംഭവിച്ചു പോയാൽ തബത്തുലു തതാബുഹു, അപ്പോൾ ആ നോമ്പിൻ്റെ തുടർച്ച എന്തായി പോകും, ബാത്തിലായി പോകും. കാരണം 60 ദിവസം തുടരെ നോമ്പ് വെക്കണമെന്നല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഇത് വന്ന് മുറിഞ്ഞു പോയാൽ പിന്നെ ആ തതാബ് ബാത്തിലായി പോകും. അത് വയുഅദ്ദി, അങ്ങനെ ബാത്തിലാകുമ്പോൾ ആ ബാത്തിലാകൽ കൂട്ടും ഇലാ ഹറജിൻ ഷദീദിൻ, വല്ലാത്ത കുറ്റത്തിലേക്ക്, പ്രയാസത്തിലേക്ക് കൂട്ടും. പിന്നെ ആദ്യം ഒരു വീണ്ടും തുടങ്ങണമല്ലോ. അപ്പോൾ യുഅദ്ദി ഇലാ ഹറജിൻ ഷദീദിൻ, അത് ശക്തമായ പ്രയാസത്തിലേക്ക് എന്ത് ചെയ്യും, അങ്ങനെ ആ തത്താ മുറിഞ്ഞു പോകുമ്പോൾ ആ ബുത്തുലാൻ എന്ത് ചെയ്യും, കൂട്ടും. പിന്നെ ആദ്യം മുതൽ തുടങ്ങുക എന്നുള്ള പ്രയാസം വരുമല്ലോ. വത്താനി, ഇതിൻ്റെ അസഹിൻ്റെ മുക്കാബിലക്കാർ പറയുന്നത് എന്തൂറു, അവർ നോക്കുന്ന ഇലാ ഖുദ്റത്തിഹി അല സ്വാമി, അവന് നോമ്പിൻ്റെ മേൽ കഴിവുള്ളവനാണല്ലോ എന്നതിലേക്കാണ് അവർ നോക്കുന്നത്. അപ്പോൾ കഴിവുള്ളപ്പം പിന്നെ മറ്റേലേക്ക് നീങ്ങാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അല്ലസഹു അസഹ് അന്നഹു ലാ യജൂസുലിൽ ഫഖീരി, ഫഖീറിന് അനുവദനീയമല്ല സർഫു കഫാറത്തിഹി, അവൻ്റെ കഫാറത്തിനെ തിരിക്കൽ, ഇലാ യാലിഹി, അവൻ്റെ അഹലുകാരിലേക്ക് തിരിക്കൽ അനുവദനീയമല്ല. ഇതുപോലെ ഇപ്പോൾ വൈരിഹാമിനൽ കഫാറാത്തി, മറ്റ് കഫാറാത്തുകളിൽ നിന്ന് ഇതല്ലാത്ത, നോമ്പിൻ്റെ കഫാറത്തല്ലാത്ത മറ്റ് കഫാറത്തുകളും ഇതുപോലെ തിരിക്കൽ അനുവദനീയമല്ലാത്തതുപോലെ ഇതും അവന് അഹലുകാർക്ക് കൊടുക്കൽ ജായിസല്ല. വസ്താനി, എന്നാൽ സാനിക്കാർ, അസഹിൻ്റെ മുക്കാബിലക്കാർ പറയുന്നത് യജൂസു, പിന്നെ അത് ബിജവാസിൻ, സാനിക്കാർ ജായിസാണെന്നതുകൊണ്ടാണ് അവർ പറയുന്നത്. ഇതിനു വേണ്ടി കൗലിഹി ബിൽ ഹദീസി, മേലിൽ പറഞ്ഞ ഹദീസിൽ പറഞ്ഞ കൗലിനുണ്ട്, ഫാത്തിമുഹു അഹ്ലക്ക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അദ്ദേഹത്തിനോട് ആ സഹാബി എടുത്ത് പറഞ്ഞല്ലോ. ജവാബുഹു, അതിൻ്റെ മറുപടി, അസഹുകാർ അതിൻ്റെ മറുപടി പറയുന്നത് ലാ നുസല്ലിമു, അത് നമ്മൾ സമ്മതിക്കില്ല എന്ത് അന്ന ഇത്ആമഹും, പിന്നെ അവരെ അഹ്ലുകാരെ ഭക്ഷിപ്പിക്കൽ അതിന് കഫാറത്തി, അത് കഫാറത്തിനെ തൊട്ടാണ് എന്ന് നമ്മൾ സമ്മതിക്കില്ല. വൈൻ തഖദ്ദമഹുൽ ഇദ്നു ബി സർഫി ഫീഹ, ആ പിന്നെ കഫാറത്തിൽ സർഫ് ചെയ്യാനുള്ള സമ്മതം മുന്തിയാലും ശരി. എന്താണ് അവിടെ പറയുന്നത്? അപ്പോൾ ആ ഹദീസിൽ പറഞ്ഞത് അത്തിമുഹു അഹ്ലക്ക എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അഹ്ലുകാർക്ക് കൊടുക്കാമെന്നാണ് സാനിക്കാർ പറഞ്ഞത്. അപ്പോൾ അതിന് അസഹുവിൻ്റെ മറുപടി എന്താ, ലാ നുസല്ലിമു, നമ്മൾ സമ്മതിക്കില്ല, അന്ന ഇത്ആമഹും, ആ അഹ്ലുകാരെ ഇവൻ ഭക്ഷിപ്പിക്കുക എന്നുള്ളത്, അത് അനിൽ കഫാറത്തി, അത് കഫാറത്തിനെ തൊട്ടാണ് ഇത്ആമ് എന്നത് നമ്മൾ സമ്മതിക്കില്ല. വൈൻ തഖദ്ദമഹു, ആ കഫാറത്തിന് മുന്തിയാലും ശരി, അൽ ഇദ്നു ബി സർഫി ഫീഹ, ആ കഫാറത്തിലേക്ക് തിരിക്കാനുള്ള സമ്മതം അതിന് മുന്തിയാലും ശരി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞല്ലോ, തസദ്ദഖ് ബിഹാദ, ഇതുകൊണ്ട് നീ കഫാറത്ത് കൊടുക്കുക എന്നുള്ള സമ്മതം റസൂലുള്ളാഹി കൊടുത്തു. എന്നിരുന്നാലും ശരി, ഇത് കഫാറത്തിന് പകരം കഫാറത്തായിട്ടാണ് ആ അഹ്ലുകാരെ ഭക്ഷിപ്പിക്കുന്നത് എന്നത് നമ്മൾ സമ്മതിക്കില്ല. അതെന്തുകൊണ്ടാ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്? ലിമാ തവസ്സത്ത ബൈനഹുമ, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ മധ്യമായി വന്ന ഒന്നിന് വേണ്ടി. രണ്ടിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ കഫാറത്തിന് ആയിട്ട് എന്ത് ചെയ്യുക, പിന്നെ ഭക്ഷിപ്പിക്കുക, കഫാറത്തിന് പകരം
അല്ല കഫാറത്ത് പിന്നെ കഫാറത്ത് കൊടുക്കുക എന്ന് ഞങ്ങൾ ഇത്ആം കൊണ്ട് കൽപ്പിച്ചല്ലോ. അത് തസദ്ദഖ് ബിഹാദ എന്ന് പറഞ്ഞ ആ കൽപ്പനയുടെയും അതുപോലെ തന്നെ പിന്നെ അല്ല മിസ്കിമാർക്ക് ഭക്ഷിപ്പിക്കണമെന്ന ആ അമ്രിൻ്റെയും അതുപോലെ തന്നെ റസൂലുള്ളാഹി പിന്നെ അതിൽ ക്രയക്രയം ചെയ്യാനുള്ള ഇതിന് കൊടുത്തത്. അതുപോലെ ഇതിന് ബി സർഫി ഫിഹാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ എന്ത് ചെയ്തു വന്നു. എന്താ വന്നത്? പിന്നെ മിൻ ദിക്രി ഇഹ്തിയാജിഹി അയാളുടെ ആവശ്യവും അഹ്ലിഹി അയാളുടെ അഹ്ലുകാരുടെ ആവശ്യവും ഇടയ്ക്ക് പറഞ്ഞു അത് വന്നു. ഇലഹി എന്തിലേക്കുള്ള ആവശ്യം? ആ ഈത്തപ്പഴത്തിലേക്കുള്ള ആവശ്യം ഇടയ്ക്ക് വന്നതിന് വേണ്ടി. ഏത് നിലയിൽ? വൽ കഫാറത്തു. അപ്പോൾ ഇടയ്ക്ക് ഇത് വന്നതിന് വേണ്ടി നമ്മളത് എന്തില്ല ആ അഹ്ലുകാരെ ഭക്ഷിപ്പിച്ചത് കഫാറത്തിനെ തൊട്ടാണ് എന്നത് സമ്മതിക്കില്ല. ഏത് നിലയിൽ? വൽ കഫാറത്തു കഫാറത്ത് ഇന്നമാ യജിബു ഇഖ്റാജുഹ ആ കഫാറത്തിനെ പുറപ്പെടുവിക്കൽ നിർബന്ധമാകുന്നത് ബാദൽ കിഫായത്തി അതായത് അവൻ്റെയും അഹ്ലുകാരുടെയും ഒക്കെ ചിലവിന് മതിയാകുന്നത് കഴിഞ്ഞതിന് ശേഷമാണ് എന്താകുന്നത് കഫാറത്ത് തന്നെ നിർബന്ധമാകുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അപ്പോൾ ഇവൻ്റെ ആവശ്യങ്ങൾ ഇവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞത് കൊണ്ട് എന്ത് ചെയ്യുക അത് ഇടയിൽ വന്നതുകൊണ്ട് ആ അഹ്ലുകാരെ അവൻ ഭക്ഷിപ്പിച്ചു എന്നത് എന്താകില്ല പിന്നെ അത് കഫാറത്തിനെ തൊട്ടതായില്ല. അപ്പോൾ അതുകൊണ്ട് ഫക്കീറന്മാർക്ക് അവരുടെ അഹ്ലുകാരെ അത് ഭക്ഷിപ്പിക്കാം എന്ന് കഫാറത്തിൻ്റെ പകരമായിട്ട് ഭക്ഷിപ്പിക്കാം എന്നത് വരില്ല, ജായിസാവൂല എന്നതാണ് പറഞ്ഞത്. അപ്പോൾ ആ ഹദീസിൽ പറഞ്ഞതനുസരിച്ച് എന്ത് ചെയ്യുക അദ്ദേഹത്തിൻ്റെ ദിമ്മത്തിൽ എന്താണത് ബാക്കിയാണ് എന്ന് വെക്കണം. ഇപ്പോൾ ഉള്ളത് എന്ത് ചെയ്യുക അഹ്ലുകാരെ ഭക്ഷിപ്പിക്കുക എന്നത് വെക്കുക. എന്നിട്ട് ഈ അസഹ പ്രകാരം അയാളുടെ ദിമ്മത്തിൽ അത് ബാക്കിയാകുന്നു എന്ന് വെക്കണം.